ധനുമാസത്തിലെ തിരുവാതിര വീണ്ടും എത്തിയിരിക്കുന്നു. ഇത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങിലെ നെടിയപ്പറമ്പ് മന. നെടിയപ്പറമ്പ് മനയിലെ പൂത്തിരുവാതിരയുടെ കാഴ്ചകളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. തൃശ്ശൂർ ജില്ലയിൽ വെങ്കിടങ്ങിൽ നെടിയപ്പറമ്പ് മനയിൽ ശാസ്ത്രശർമ്മയുടെയും പഴങ്ങാപ്പറമ്പ് മനയിൽ ശോഭനയുടെയും മകനായ വിഷ്ണു ശർമ്മയുടെ വേളിയായ ആമേടമംഗലം മനയിൽ ആര്യയുടെ പൂത്തിരുവാതിര ചടങ്ങുകൾ നെടിയപ്പറമ്പ് മനയിൽ പഴയകാല ചിട്ടകളോടെ ആഘോഷിക്കുകയുണ്ടായി. കന്യകമാർ സൽസ്വഭാവികളായ ഭർത്താവിനെ ലഭിക്കുവാനും സുമംഗലികൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും വേണ്ടി ശിവപാർവതി പ്രീതിക്കായി നടത്തുന്ന വ്രതാനുഷ്ഠാനമാണ് ധനുമാസത്തിലെ തിരുവാതിര. ഇത്തവണ ധനുവിലെ തിരുവാതിര നാൾ പിറന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. കന്യകമാരും സുമംഗലികളും ആ സമയത്ത് ഇല്ലത്തിൻ്റെ വടക്കിനിയിൽ ഒരുമിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മൂന്നും കൂട്ടുന്നു. വെറ്റിലയും ചുണ്ണാമ്പും കളിയടക്കയും കൂട്ടുന്നതിനെയാണ് മൂന്നും കൂട്ടലെന്ന് പറയുന്നത്. ഇതിൽ പുകയില ഉപയോഗിക്കുന്ന പതിവില്ല. ഓരോ വെറ്റിലയിലും 100 തേച്ച് താലിയിൽ തൊടിവെച്ച് പ്രാർത്ഥിച്ചാണ് മൂന്നും കൂട്ടൽ. മുടി തിരികെ കെട്ടിയാണ് ഇത് ചെയ്യുക. ഇണപ്പണ്ടത്തിൽ മുടി തൊടരുത് എന്നാണ് കണക്ക്. അന്തർജനങ്ങൾ താലിയോടൊപ്പം കഴുത്തിലക്കൂട്ടത്തിലെ ഒരു പണ്ടം കൂടി കെട്ടുന്നതിനെയാണ് ഇണപ്പണ്ടമെന്ന് പറയുന്നത്. അന്തർജനങ്ങൾ വിശേഷ അവസരങ്ങളിലെല്ലാം മുടി തിരികെ കെട്ടിയാണ് ഇത്തരം ചടങ്ങുകൾ ചെയ്യുക. തിരുവാതിര നാൾ തുടങ്ങുന്ന നേരത്താണ് മൂന്നും കൂട്ടൽ നടത്തുക. എണ്ണിവച്ച 108 വെറ്റിലയും തിരുവാതിര നാൾ കഴിയുന്നതിൻ്റെ ഉള്ളിൽ എണ്ണിത്തിന്നണമെന്നാണ് കണക്ക്. 108 വെറ്റില മൂന്നും കൂട്ടുന്ന കാര്യത്തിൽ ഭർത്താവിനും ഭാര്യയെ സഹായിക്കാം. വടക്കിനിയിലെ മൂന്നും കൂട്ടൽ കഴിഞ്ഞാൽ നടുമുറ്റത്ത് ഭഗവതിക്ക് മുൻപിലായി ദശപുഷ്പങ്ങളും കണ്ടത്തിലെ പൂവും ചുവന്ന പൂവും ഒരുക്കി വച്ചിരിക്കും. തിരുവാതിരയ്ക്ക് ഈ പൂക്കളുടെയൊന്നും പേര് പറഞ്ഞുകൂടാ. കറുക, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുരുനില, മുയൽ ചെവിയൻ, മുക്കുറ്റി, കഞ്ഞുണ്ണി, നിലപ്പന, ഉഴിഞ്ഞ, തിരുതാളി എന്നിവയെയാണ് ദശപുഷ്പങ്ങളെന്ന് പറയുക. അടയ്ക്കാമണിയനെ കണ്ടത്തിലെ പൂവെന്നും ചുവന്ന കൊടുവേലിയെ പാതിരാപ്പൂവെന്നും പറയുന്നു. നടുമുറ്റത്ത് തിരുവാതിരക്കളി ഗണപതി, ശിവൻ, പാർവതി എന്നീ സ്തുതികളോടെ ആരംഭിക്കുകയാണ്. ദ്രുതഗതിയിലുള്ള പാട്ടുകളും പാടി പുലരുവോളം തിരുവാതിരക്കളി തുടരുകയാണ്. പൗർണമി ചന്ദ്രൻ്റെ നറുനിലാവ് നടുമുറ്റത്ത് നിറയുമ്പോൾ ഭഗവതിയെയും മുല്ലത്തറിയെയും ചുറ്റി പല തിരുവാതിരപ്പാട്ടുകളും ചുവടുകളും കൊണ്ട് ഇല്ലത്തിൻ്റെ 4 കെട്ട് ഒരു മായാലോകം സൃഷ്ടിക്കുന്നു. നടുമുറ്റത്ത് ആദ്യം പൂത്തിരുവാതിരക്കാരി ആവണപ്പലകയിലിരുന്ന് കയ്യിൽ വാൽക്കണ്ണാടി പിടിച്ച് കണ്ണെഴുതി കുറിയിട്ട് ദിക്കുകളിലേക്ക് പൂവിട്ട് ആരാധിക്കുന്നു. പിന്നീട് പൂവ് ചൂടുന്നു. ദശപുഷ്പവും കണ്ടത്തിലെ പൂവും ചുവന്ന പൂവുമാണ് ചൂടുന്നത്. ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് ചന്ദ്രനെ കയ്യും വളയും കാട്ടൽ എന്ന ചടങ്ങ് നടത്തുന്നു. കണ്ടത്തിലെ പൂവ് കയ്യിൽ പിടിച്ച് ചന്ദ്രനെ നോക്കി കൈവീശി
ആകാശത്തേക്ക് ആരാധിച്ച് ഇടുന്നു. പൂവ് താഴെ എത്തുമ്പോഴേക്കും നടുമുറ്റത്ത് നമസ്കരിക്കണമെന്നാണ് കണക്ക്. ഓരോരുത്തരായി കണ്ണെഴുതി കുറിയിട്ട് കഴിഞ്ഞ ശേഷം മംഗളയാതിര നൽപുരാണം തിരുവാതിരക്കളി തുടങ്ങുന്നു. അത് ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ ഒരുപാട് പക്ഷങ്ങളുണ്ട്. ഇവിടുത്തെ പക്ഷം അനുസരിച്ച് 4 മുണ്ട് തോർത്തുകളായ എളുപ്പമുണ്ട്, വലുതായാലും ആവാം. 4 എണ്ണം കൂടി മുറിക്കാത്ത 4 എണ്ണം. എന്നിട്ടത് അരയിൽ ചുറ്റിക്കൊണ്ടുവന്ന് ഞെറിയെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് തിരുകും. എന്നിട്ട് അതിൻ്റെ ഇത് ഉറക്കാൻ വേണ്ടി ഇങ്ങോട്ടും തിരുകും. അപ്പോൾ ഒരു പഴം പോലെ, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ വലിപ്പവും. പിന്നെ അത് ഒന്നും കൂടി ചുറ്റി വന്നിട്ട് വീണ്ടും ഒന്നും കൂടി വയ്ക്കും. ഇപ്പോൾ 2 ഒക്ക എന്നാണ് അതിന് പറയുക. 2 ഒക്ക് വെച്ചിട്ടാണ് തിരുവാതിരയ്ക്ക് മംഗല്യ സ്ത്രീകൾ വേഷം, അന്നത്തെ വേഷം അതാ. ഇവിടെ പെരുമനം ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒന്നാണ്. ആ ഗ്രാമത്തിലാണ് ഈ 2 ഒക്ക് വയ്ക്കൽ. 4 കൊണ്ട് വേണം. അതാണ് ഞൊറിഞ്ഞുകൊടുത്ത വേഷം ഇപ്പോൾ കാണിക്കാൻ വിഷമം. അതാണ് അത് വിവാഹത്തിനാണ് ആദ്യമായിട്ട് ഉടുക്കുക. വിവാഹത്തിൻ്റെ വേഷം ഈ 4 കൊണ്ട് കൂടിയ ഇതൊക്കെ വെച്ചിട്ടുള്ള ഉടുക്കല. അതുപോലെ 4 കൊണ്ട് കൂടിയ ഒന്ന് 2 സൈഡും ഞെറിഞ്ഞ് ഇവിടെ 2 ഞെറി നിർത്തിക്കൊണ്ട് ഒരു മൂടലും ഉണ്ട്. വിവാഹത്തിന് വധുവിൻ്റെ വേഷം ഈ 4 കൊണ്ട് കൂടി ഉടുക്കലും. പണ്ട് ബ്ലൗസ് ഇടില്ല, ഇപ്പൊക്കെ ബ്ലൗസ് ഇട്ടിട്ടാണ്. പിന്നെ ഇത് തലയിൽ കൂടി ഇട്ടിട്ടും ആ വേഷത്തിലാണ് എൻ്റെ വിവാഹം ഇവിടെ വെച്ചിട്ടാണ്. ഈ തെക്കിനിയിൽ ഈ സ്ഥാനത്തായിരുന്നു. രാത്രി 12 മണിക്കാണ് ഉണ്ടായിരുന്നു വിവാഹം. അത് കഴിഞ്ഞ് ആ വേഷം പിന്നെ 4 ദിവസം ആ വേഷം തന്നെയാണ്, മാറില്ല. ദീക്ഷ വിരിക്കും. ആ മുറിയിൽ അരി നെല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിയിൽ ഇതായിട്ട് മീതെ 4 മുണ്ട് കൂടി ഇത് വിരിക്കും. അതിലാണ് 4 ദിവസത്തെ രാത്രിയും പകലും വിരിപ്പ്. കയ്യിൽ വാൽക്കണ്ണാടിയും പിടിച്ചിട്ട് ആ വേഷമാണ് പിന്നെ എല്ലാ തിരുവാതിരയ്ക്കും. ഈ ഞൊറി തലയിലില്ല, ഈ ഉടുക്കല അടിയിലത്തെ ഉടുക്കല അതാണ്. ഉറക്കമൊഴിഞ്ഞുള്ള രാത്രിയാണ് തിരുവാതിര രാത്രി. പുലരുവോളം പല പാട്ടുകൾ പാടിക്കളിച്ച് കുളിക്കാനായി കുളത്തിലേക്ക് ചൂട്ടും കത്തിച്ച് പോവുകയാണ്. തുടിച്ചു കുളിക്കൽ, മലര് വറുക്കൽ എന്നിവ നടത്തി കുളത്തിൽ പലതരത്തിലുള്ള പാട്ടുകൾ പാടി കുളിക്കുന്നു. കൈതടിക്കാൻ പോയപ്പോൾ കൈതപ്പൂയിലോ എൻ മുടിയിലെ മഞ്ഞൾ തേച്ച് വീണ്ടും മുങ്ങിക്കുളിക്കുന്നതിലൂടെയാണ് കുളി മുഴുവനാകുന്നത്. കുളക്കടവിൽ ഈറൻ മാറി കണ്ണെഴുതി കുറിയിട്ട് പൂവ് ചൂടുന്നു. തിരുവാതിര നാളിൽ ഈറൻ എടുക്കരുത് എന്നാണ് പറയുക. ഇണവസ്ത്രം ഞൊറിഞ്ഞൊടുത്താണ് മുണ്ടും നേരിതും ഒടുക്കുക. സാധാരണയായി ഇണവസ്ത്രം ഒടുക്കുമ്പോൾ തിരുവാതിരയ്ക്ക് 4 വസ്ത്രം കൂടിയത് വരെ ഉടുക്കൽ പതിവുണ്ട്. കുളി കഴിഞ്ഞാൽ ഊഞ്ഞാലാട്ടമാണ്. ഇല്ലത്തിൻ്റെ കുളത്തിനടുത്തുള്ള മാവിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ
ഓരോരുത്തരായി മാറി മാറി ഊഞ്ഞാലാടുന്നു. പൂച്ചൂടി ഇല്ലത്തെത്തിയാൽ കരിക്കിൻ വെള്ളവും പഴവും കഴിക്കുന്നു. തിരുവാതിര നാളിൽ അരിഭക്ഷണം അന്തർജനങ്ങൾക്ക് പതിവില്ല. നമ്പൂതിരിക്ക് അരിഭക്ഷണം കഴിക്കാം. ഗോതമ്പ് ചോറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂട്ടിയുണ്ടാക്കുന്ന തിരുവാതിരപ്പുഴുക്ക്, കൂവപ്രഥമൻ, പുളിശ്ശേരി എന്നിവയാണ് തിരുവാതിര വിഭവങ്ങൾ. നമ്മുടെ 3 ആണ്ടറുതികളായ ഓണം, തിരുവാതിര, വിഷു എന്നിവയിൽ തിരുവാതിരയാണ് ഇന്ന് ഒളിമങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപൂർവം മനകളിൽ മാത്രമായി ഈ ആണ്ടറുതി ചുരുങ്ങിയിരിക്കുന്നു. ഒരു കുടുംബാന്തരീക്ഷത്തിൽ നടന്നിരുന്ന തിരുവാതിര ചടങ്ങുകൾ ഇന്ന് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. ഒന്നിച്ചുള്ള കൂട്ടായ്മയും സന്തോഷവും ഇത്തരം ആണ്ടറുതികളോടുള്ള ബഹുമാനവും ഇന്നും നെടിയപറമ്പ് മനക്കാർ സൂക്ഷിക്കുന്നതും ഒരു വലിയ സംസ്കാരത്തെ കൈവിടാതെ സംരക്ഷിക്കുന്നതും പൂർവ്വസുഹൃതമെന്ന് പറയാതെ വയ്യ.